നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കടുത്ത വേനലാണ്. വേനൽ ചൂടിനെ എങ്ങനെ നേരിടാം എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ PS ഇന്ദുവാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ അടുത്ത കാലത്ത് എങ്ങുമില്ലാത്ത വിധം സഹിക്കാനാവാത്ത ചൂടാണല്ലോ ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇപ്പോഴത്തെ ചൂടിൻ്റെ പ്രത്യേകത? അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ചൂടിൻ്റെ പ്രത്യേകത നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പകല് താപനില ഒരു 32 ഡിഗ്രി സെൽഷ്യസും രാത്രി താപനില ഒരു 25 ഡിഗ്രി സെൽഷ്യസുമാണ് നമുക്ക് സുഖകരമായിട്ടുള്ളത്. കേരളത്തിലെ പൊതുവിലുള്ള കാലാവസ്ഥ വളരെ ഉയർന്ന താപനിലയോ വളരെ താഴ്ന്ന താപനിലയോ ഇല്ലാതെ തന്നെ എല്ലാ കാലത്തും വർഷത്തെ എല്ലാ ദിവസവും നമുക്ക് നല്ല തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാകട്ടെ ഈ 32 പകൽ താപനിലയാണ് നമുക്ക് സൗകര്യമുള്ളതെങ്കിൽ ഏതാണ്ട് പല ജില്ലകളിലും 40 വരെ എത്തുകയാണ്. 36, 37, 38, 39 എന്നുള്ള തരത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഉയർന്ന താപനില. പിന്നെ എന്തുകൊണ്ടെന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നമുക്ക് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് അവർ കോമൺ ഫ്യൂച്ചർ, നമ്മുടെ പൊതുവായ ഭാവി എന്ന പേരിലാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ സെപ്റ്റംബറിൽ വരുന്ന UN സമ്മിറ്റിന്, അത് നമുക്കറിയാം പാരീസ് ഉടമ്പടിയിൽ പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളൊക്കെ അവരുടെ അന്തരീക്ഷ താപനില ഉയർത്തുന്നതിൻ്റെ, അതായത് അതിൻ്റെ ഇൻക്രീസ് 1.5 ഡിഗ്രിയിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിന് ഓരോ രാജ്യവും എന്തൊക്കെ ചെയ്യണം എന്നുള്ള നടപടി. അപ്പോൾ ഇത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ പല കാര്യങ്ങളും പറയുമെങ്കിലും തിരുവനന്തപുരവും കൊല്ലവും പാലക്കാടും തൃശ്ശൂരും ഒക്കെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഉയർന്ന താപനില നമുക്ക് സഹിക്കാവുന്നതിനേക്കാൾ വളരെ അപ്പുറമാണ്. അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന മഴയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ കാലാവസ്ഥയിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സൗകര്യം കേരളത്തിൽ നിന്നും ലോകത്ത് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് നഷ്ടപ്പെടുകയും വ്യക്തമായ ധാരണകളോടുകൂടി രാജ്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം അതിജീവിക്കാൻ പറ്റുന്ന ഒരു ആഗോള കാലാവസ്ഥ അടിയന്തരാവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിനൊപ്പം ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, വ്യക്തിപരമായ നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വ്യക്തിപരമായി നമ്മളെ തന്നെയും എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് വളരെ അടിയന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണിത്. ഡോക്ടർ, നമുക്ക് ഈ വേനൽ ചൂടിനെ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം? വേനൽ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ കീപ് കൂൾ, അതായത് നമ്മൾ സ്വയം തണുക്കണം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇരിക്കുന്ന വീട് തണുക്കണം. നമ്മുടെ വീട് എങ്ങനെ തണുക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് മരമൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ ഇന്നിപ്പോൾ ഇന്നത്തേക്ക് മരം വെച്ചാൽ പോരാ. അപ്പോൾ അത് അടുത്ത സമയത്തേക്ക് വീടിൻ്റെ അകത്തുള്ള. അതുപോലെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് ഏറ്റവും തണുപ്പുള്ള, എല്ലാ വീട്ടിലും ഏറ്റവും തണുപ്പുള്ള ഒരു മുറി കാണും. അത്തരം തണുപ്പുള്ള ഒരു മുറിയിൽ ആണ് നമ്മൾ ഉറങ്ങേണ്ടത്. പിന്നെ വലിയ ചൂടാണെങ്കിൽ എയർ കണ്ടീഷനിങ് ആണ് വാസ്തവത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. പക്ഷേ എല്ലാ വീടുകളിലും എല്ലാ ഓഫീസുകളിലും സ്കൂളുകളിലും നമുക്ക് എയർ കണ്ടീഷനിങ് ഇല്ലെങ്കിൽ പോലും വലിയ ചൂടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ നേരിട്ട് സൂര്യൻ്റെ ചൂടേൽക്കുന്നത് കുറയ്ക്കണം എന്നുള്ളതോടൊപ്പം ഒരു 2-3 മണിക്കൂറെങ്കിലും പകൽ സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് എയർ കണ്ടീഷനിങ്, അത് ഏത് സ്ഥലത്തുമാകട്ടെ, പല പബ്ലിക് ഓഫീസുകളിലും പൊതു ഇടങ്ങളിലും മോളുകളിലും ഒക്കെ എയർ കണ്ടീഷനിങ് ഉണ്ട്. അപ്പോൾ ആ എയർ കണ്ടീഷനിങ് എപ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു തണുപ്പ് കിട്ടാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കഴിയുന്നത്ര നേരിട്ട് സൂര്യൻ്റെ വെയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഈ 12 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ്, അല്ലെങ്കിൽ 11-നും 3-നും സർക്കാർ തന്നെ അതിൻ്റെ ജോലി സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെയിലത്ത് പോകുന്നവർ തൊപ്പിയോ കുടയോ വെക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ഇത് വളരെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ചെറിയ കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും വളരെ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് വേണ്ടത്. അത് തീരെ ശരീരം മൂടി പൊതിഞ്ഞിരിക്കുന്ന, നമ്മൾ കിടന്നുറങ്ങുമ്പോഴും അതുപോലെയാണ്. നമ്മുടെ കിടക്ക വിരി വളരെ കട്ടി കുറഞ്ഞ കോട്ടൺ കിടക്കവിരി അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്,
അതുപോലെ നമ്മളുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയിടുകയും ഒക്കെ ചെയ്യുകയാണ്. വളരെ കട്ടി കൂടിയ കട്ടൻ തുണികൾ, കട്ടി കൂടിയ കുഷനുകൾ, കട്ടി കൂടിയ മെത്തകൾ, ഇതൊക്കെ ചൂടിനെ ആഗിരണം ചെയ്ത് വെക്കാൻ കാരണമാകുകയും രാത്രി കാലങ്ങളിൽ നമ്മൾ ചൂട് കൂടാനും കാരണമാകും. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നേരിട്ട് ഒത്തിരി വെയിൽ പകല് ജനലിലൊക്കെ അടിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കർട്ടനൊക്കെ ഇട്ട് ആ ചൂട് വരാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ വീടിനകത്ത് രാത്രിയത്തെ തണുപ്പ് ഉപയോഗിച്ച് പകലിൻ്റെ ചൂട് കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതായത് എത്ര ഉയർന്ന താപനിലയാണെങ്കിലും രാത്രി താപനില പകൽ താപനിലയേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് രാത്രിയും പ്രത്യേകിച്ചും വെളുപ്പാൻ കാലത്തും നമുക്ക് ജനലൊക്കെ തുറന്നിടാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വമൊക്കെ നോക്കണം. പിന്നെ കൊതുകൊക്കെ ഒരുപാടുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ രാത്രിയത്തെ തണുപ്പിനെ വീടിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വീടിനകത്ത് ഒരുപാട് ലൈറ്റുകൾ ഒന്നിച്ചിടുക, ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുക, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇടുന്ന ലൈറ്റുകളുടെയും ഒക്കെ എണ്ണം നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രം അത്യാവശ്യമുള്ളത്രയാക്കുക. അതുപോലെ വീടിനകത്ത് ചൂട് കൂടുന്ന മറ്റൊരു കാര്യം പാചകമാണ്. നമ്മുടെ ആ പാചകം ചെയ്യുന്നവർ, തൊട്ടടുത്ത് നിൽക്കുന്നവർ, പാചകം ചെയ്യുന്നവർക്കറിയാം വലിയ ചൂടാണ്, അന്തരീക്ഷത്തിൻ്റെ ചൂട്, അതുകൂടെ അടുപ്പിൻ്റെ ചൂട്. അതെന്തടുപ്പാണെങ്കിലും, വിറകടുപ്പാണെങ്കിലും സ്റ്റൗ ആണെങ്കിലും ഇലക്ട്രിക് അടുപ്പാണെങ്കിലും ഒക്കെ അതിൻ്റെ അകത്ത് ചൂടുണ്ട്. അപ്പോൾ അത് ആകെ മൊത്തം പാചകം കുറയ്ക്കുന്നത് കേരളത്തിൽ വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൊതുവിൽ വളരെ കൂടുതലാണ്. കേരളത്തിൻ്റെ പാചക രീതികൾ തന്നെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ വളരെ കൂടുതൽ, ഓരോ നേരത്തേക്കും 2-3 തരം ഒരുപാട് പാചകങ്ങളും ഒരുപാട് സമയവും നമ്മുടെ അടുക്കളയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ലഘുവായിട്ടും ചൂട് കുറഞ്ഞതും, അതായത് വളരെ ചൂടോടെയും കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നതും നല്ലതാണ്. ഇതിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടണം എന്നുള്ളതാണ്. ചൂട് കാലത്ത് ദാഹം തോന്നാതെ തന്നെ നമ്മൾ തന്നെ ഓർത്ത്, അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ, പ്രത്യേകിച്ചും പുറത്ത് പോകുന്നവരാണെങ്കിൽ ഒരു തൊപ്പിയോ കുടയോ ഒരു കുപ്പി വെള്ളമോ എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ദാഹം തോന്നി വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിന് അപ്പം തന്നെ വെള്ളത്തിൻ്റെ നില കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ദാഹം തോന്നാതെ തന്നെ നമ്മൾ വെള്ളം ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ടിരിക്കണം. അത് സാധാരണ വെള്ളമാണ് നല്ലത്. സാധാരണ വെള്ളം എന്ന് പറയുമ്പോൾ ഇടപെടുകയാണ് 4 ലിറ്ററോളം. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷക ചേരുകയാണ്, പാലക്കാട് നിന്നും ഹരിതയാണ്. ഹരിത, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഹരിത, പറയൂ. ഡോക്ടർ, എനിക്ക് 4 വയസ്സുള്ള ഒരു മോനുണ്ട്. ആൾക്ക് ഇപ്പൊ 4 ദിവസം നല്ല പനിയായിരുന്നു. വോമിറ്റിംഗ് ഉണ്ട്, ലൂസ് മോഷനും ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോ ചൂടിൻ്റെതായിട്ടാന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ലൂസ് മോഷനും വോമിറ്റിംഗും ശരിയായി. പക്ഷെ ആൾക്ക് ഭയങ്കര ക്ഷീണമാണ്, ഫുൾ ടൈം വെള്ളത്തിലിരിക്കണം എന്നുള്ള ഒരു തോന്നലുമാണ്. ഹരിത, കുഞ്ഞുങ്ങളെയും പ്രായമായവരെയുമാണ് ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അയഞ്ഞ വസ്ത്രം ധരിപ്പിക്കുക, ധാരാളം വെള്ളം കൊടുക്കുക. ഇപ്പോൾ വെള്ളം കൊടുക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ മുതിർന്നവരാണെങ്കിലും തണുത്ത വെള്ളം കുടിക്കാനൊക്കെ ആയിരിക്കും നമുക്ക് താല്പര്യം. പ്രത്യേകിച്ചും പുറത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെ കിട്ടുന്ന ജ്യൂസും നമ്മൾ കുടിക്കും. ഈ വെള്ളം ചൂടുകാലത്ത് ലഭ്യത കുറയുന്നത് കൊണ്ട്, കിണറുകളിലെ വെള്ളം കുറവാണ്, ലൈനിൽ സപ്ലൈയിലും പലപ്പോഴും തുടർച്ചയായ വെള്ളം നമുക്ക് കിട്ടാറില്ല, നമ്മൾ വെള്ളം പിടിച്ചു വയ്ക്കും. അപ്പോൾ പുറമേ നിന്ന് നമ്മൾ ജ്യൂസോ ഒക്കെ കുടിക്കുകയാണെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളമാണ് അതിന് ഉപയോഗിച്ചതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് വയറിളക്ക രോഗങ്ങൾ, പ്രത്യേകിച്ചും വയറിളക്കത്തിന് കുട്ടികൾക്ക് വരുന്ന വയറിളക്കം പ്രധാനമായിട്ടും വൈറൽ രോഗങ്ങളാകാം. അതോടൊപ്പം തന്നെ ഈ ടൈഫോയിഡ് തുടങ്ങിയ മഞ്ഞപ്പിത്തം, കേരളത്തിൻ്റെ പല ജില്ലകളിലും ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന മഞ്ഞപ്പിത്തം, അത് വെള്ളത്തിൽ കൂടി പകരുന്നതാണ്. ഇങ്ങനെയൊക്കെയുണ്ട്. എന്തായാലും കുഞ്ഞിന് ധാരാളം വെള്ളം കൊടുക്കണം. വയറിളക്കവും ഛർദിലും ഉള്ളപ്പോൾ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. മൂത്രം പോകാതിരിക്കുക, അല്ലെങ്കിൽ അതിൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഈ തൊലി തൊട്ടാൽ ഉടനെ തന്നെ തിരിച്ചു പോകും. അത് കുഞ്ഞിന് ദാഹം തോന്നുന്നതനുസരിച്ച് വെള്ളം കൊടുക്കണം. എല്ലാ വെള്ളവും കൊടുക്കാം.
കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം, വീട്ടിൽ എന്തൊക്കെയാണോ കുഞ്ഞിന് ഇഷ്ടമുള്ള വെള്ളം, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണെങ്കിൽ പാല് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ORS ഒരു പാക്കറ്റിൽ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടും. അത് 2 തരത്തിലുണ്ട്. ഒന്ന് 1 ലിറ്റർ വെള്ളത്തിൽ. എന്താണ് ഹരിത? അല്ല, കൊടുക്കുമ്പോ കുടിക്കാൻ ഭയങ്കര മടി കാണുന്നുണ്ട് ചില കുഞ്ഞുങ്ങൾക്ക്. കാരണം അതൊരു ഉപ്പും മധുരവും ചേർന്നിട്ട് ഒരു കണ്ണുനീരിൻ്റെ ഉപ്പ് രസമാണ്. കൃത്യമായ അളവിൽ ലവണങ്ങളും പഞ്ചസാരയും ഉള്ള ORSൽ. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടമല്ല. ഇപ്പോൾ പല ഫ്ലേവറിലും ഉള്ള ORS കിട്ടും. കുഞ്ഞിന് ഈ നഷ്ടപ്പെട്ട ലവണങ്ങൾ തിരിച്ചു കിട്ടാൻ സഹായിക്കും എന്നുള്ളതാണ് ORS ലായനി തന്നെ കൊടുക്കുന്നതിൻ്റെ ഗുണം. നിർജ്ജലീകരണം കൂടുതലായിട്ടുണ്ടെങ്കിൽ ORS തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ എന്താണോ കുഞ്ഞിന് ഇഷ്ടം. ഹരിത, മോന് കഴിക്കാൻ എന്തൊക്കെയാണ് ഇഷ്ടം? കുടിക്കാൻ വെള്ളം? നാരങ്ങ വെള്ളം കുടിക്കും. എന്തോ ഹരിത? നാരങ്ങ വെള്ളം കൊടുക്കാം. നാരങ്ങ വെള്ളമാണെങ്കിൽ നമ്മൾ പഞ്ചസാരയുടെ കൂടെ കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ ഒരു നുള്ളു ഉപ്പുകൂടി ഇടുന്നത് നല്ലതാണ്. കാരണം ഈ ലവണങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഛർദിയും വയറിളക്കവും ഒന്നിച്ചു വരുമ്പോൾ അത് മുതിർന്നവർക്ക് വരുന്നതിനേക്കാൾ നേരത്തെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കാം. ഇത് നിർജ്ജലീകരണം ഇല്ലെങ്കിലും കൊടുക്കാം. ഇപ്പം മോനിപ്പം വയറിളക്കവും ഛർദിലും ഇപ്പോൾ പനി കൂടി ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ കാണിച്ചായിരുന്നോ ഹരിത? കാണിച്ച ട്രിപ്പ് കയറ്റിയതായിരുന്നു. ഇപ്പൊ പനിയും ലൂസ് മോഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ ടൈം വെള്ളത്തോടാണ് താല്പര്യം. വെള്ളത്തിൽ ഇരിക്കണം, അല്ലെങ്കിൽ തുണി നനച്ച് ദേഹത്ത്, അങ്ങനെ ഒരു മൈൻഡാണ് അവൾക്കിപ്പോ. അത് നല്ലതാണ് ഹരിത. കാരണം നമ്മൾ ഇപ്പോൾ ഈ ഹരിതയുടെ കുഞ്ഞിന് വയറിളക്കവും ഛർദിലും വന്നു. ഇതൊന്നും വന്നില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്കും നമുക്ക് തന്നെയും ഈ കൂടെ കുളിക്കുന്നത്, അത് ഒരുപാട് വെള്ളവും സോപ്പും വെച്ച് നമ്മൾ കുളിക്കുന്നത് ഈ സമയത്ത് ഒരു ലക്ഷറി ആയിരിക്കും. കുറച്ച് വെള്ളമായാലും കൂടെ കുളിക്കുന്നതും ഈ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നതും നല്ലതാണ്. അത്രത്തോളം വെള്ളം നമുക്കില്ലെങ്കിൽ തുണി നനച്ചിടുന്നത് നല്ലതാണ്, ടവല് നനച്ചിടുന്നത് നല്ലതാണ്. അതുപോലെ ഈ മുറിക്കകത്തെ ചൂട് കുറയാൻ വേണ്ടിയിട്ട് ടവലുകൾ വെള്ളത്തിൽ മുക്കി ഇടുന്നത് നല്ലതാണ്. ഹ്യൂമിഡിറ്റിയിലും വ്യത്യാസം വരും. എങ്കിലും ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ മനഃപൂർവ്വം തണുപ്പിക്കണം. അത് കുഞ്ഞുങ്ങളുടെ ശരീരത്തെ കൂടുതലായിട്ട് തണുപ്പിക്കണം. അപ്പോൾ അത് കുഞ്ഞിന് ടവൽ നനച്ചിടുന്നതിൽ താല്പര്യമുണ്ട്. കാരണം ചൂട് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നല്ലതാണ് ഹരിത. പക്ഷെ പനി ഉണ്ടെങ്കിൽ, പനി നിർജ്ജലീകരണം, അപ്പോൾ പനി കുറയുന്നു എന്നുള്ളതാണ് ഹരിത പറയുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഇതിൻ്റെ വാർണിംഗ് സൈൻസ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് മൂത്രം പോകാതിരിക്കുക, പനി ഇപ്പോൾ കുറയുന്നു എന്ന് ഹരിത പറഞ്ഞു, പനി കുറയാതിരിക്കുക, ചിലർക്കൊരു മയക്കം പോലെ വരും, ചില കുഞ്ഞുങ്ങൾക്ക് ജന്നി, അങ്ങനെയുള്ള ഇതെല്ലാം വാർണിംഗ് സൈൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് തന്നെ കുഞ്ഞിന് തന്നെ കുറയുന്നില്ല, ക്ഷീണം കൂടുന്നു, കുഞ്ഞൊരുമാതിരി മയക്കത്തിലാണ്, ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടോ എന്ന് നോക്കണം. നിർജ്ജലീകരണം ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഹരിതയുടെ കുഞ്ഞിന് നിർജ്ജലീകരണം കൂടുതലായിട്ടുണ്ടായിരുന്നത് കൊണ്ടാകണം ഡ്രിപ്പ് കൊടുത്തത്. അപ്പോൾ അത് കുറഞ്ഞു. അപ്പോൾ ഇനി ചൂടിനെ പ്രതിരോധിക്കാൻ അപ്പം വൈദ്യസഹായം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. വയറിളക്കവും ഛർദിലും ഇത് പലതരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് ബാധിക്കാം, ശരീരത്തിന് ചൂട് ബാധിക്കാം ഹരിത. കുഞ്ഞ് ബാക്കി കുത്തിവയ്പ്പുകളെല്ലാം എടുത്തതാണല്ലോ ഹരിത, അല്ലേ? 4 വയസ്സിനുള്ള കട്ടായെന്ന് തോന്നുന്നു. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കി നിർത്തേണ്ടതുണ്ടോ? ഭക്ഷണത്തിൽ വെള്ളം തന്നെയാണ് ഏറ്റവും പ്രധാനം ഇന്ദുലേഖ. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ സാധാരണ നമ്മൾ കുടിക്കുന്ന തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹരിതയുടെ കുഞ്ഞിൻ്റെ ഈ ഓക്കാനവും ഛർദിലും ഒക്കെ ഈ ഹീറ്റ് എക്സോസ്റ്റൻ എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഡോക്ടർ ചൂട് കൂടിയത് കൊണ്ടാണോ വന്നു എന്ന് പറഞ്ഞത്. അത് കൂടാതെ ഈ ജലജന്യ രോഗങ്ങൾ കൂടി വരാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നമുക്ക് അത്ര ഉറപ്പില്ലെങ്കിൽ തണുപ്പിച്ച വെള്ളം തന്നെ കുടിക്കുന്നതാണ് നല്ലത്. എന്ത് വെള്ളവും കുടിക്കാം. പഴങ്ങൾ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്.
പഴച്ചാറുകളായിട്ട് കഴിക്കണമെന്നില്ല. നമ്മൾ ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ ജ്യൂസിന് ഉപയോഗിക്കുന്ന വെള്ളം നല്ലതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ ഈ പഴച്ചാറിനെക്കഴിയും പഴങ്ങൾ നേരിട്ട് കഴിക്കുന്നതാണ് പൊതുവിൽ ആരോഗ്യത്തിന് നല്ലത്. കാരണം പഴങ്ങൾ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ നാരുകൾ കൂടി കിട്ടും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ശരീരത്തിലേക്ക് കയറുന്ന ഗ്ലൂക്കോസിൻ്റെ എത്ര വേഗത്തിലാണ് കിട്ടുന്നത്, നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നൊക്കെ പറയും, അത് കുറവായിരിക്കും. അപ്പോൾ അത് നമ്മൾ അടിച്ച് ജ്യൂസാക്കി വരുമ്പോൾ രണ്ട് കുഴപ്പമാണ്. ഒന്നത് ആ ഗുണം ശരീരത്തിന് കിട്ടുന്നില്ല എന്നുള്ളതും, രണ്ട് നമ്മളതിൽ പഞ്ചസാര ചേർക്കും. അത് പഴച്ചാറുകളാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന്, പ്രത്യേകിച്ചും പുറത്തുനിന്ന് കഴിക്കുന്ന ജ്യൂസുകൾ, നമ്മൾ വീട്ടിലാണെങ്കിലും പുളിയുള്ള മാങ്ങ എത്രത്തോളം പുളിയുണ്ടോ ആ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളം പഞ്ചസാര ഇടും. നാരങ്ങാ വെള്ളത്തിലും അത് സംഭവിക്കുന്നു. അപ്പോൾ ഈ നാരങ്ങാ വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് മിതമായിട്ട് പഞ്ചസാര ഇടണം. പഞ്ചസാര കുറയ്ക്കുന്നത് ആണ് നല്ലത്. അതുകൊണ്ടാണ് ഈ ജ്യൂസുകളുടെ ഒരു പ്രശ്നം, നമ്മൾ ഒത്തിരിയും പഞ്ചസാര ഉള്ളിൽ ചെല്ലും എന്നുള്ളതാണ്. അത് അധികമായിട്ടുള്ള പഞ്ചസാരയും മദ്യവും ആൽക്കഹോളും ഒഴിവാക്കിക്കൊണ്ട് ഏത് വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. പിന്നെ ഭക്ഷണം ഒരുപാട് ഹെവിയായി കഴിക്കുന്നതിന് പകരം ലൈറ്റായിട്ട് അളവിലൊക്കെ കുറച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് തമാശയായിട്ടാണെങ്കിലും അടുത്ത സമയത്ത് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്, കേരളത്തിലെ സ്ത്രീകൾ പാചകം ചെയ്യുന്നിടത്തോളം, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മുടെ പാചകം വളരെ വളരെ കൂടുതലാണ്. ഇത്രത്തോളം ഭക്ഷണം, ഈ ഇത്രയും ജീവിതശൈലി രോഗവും പകുതി കൂടുതൽ ആളുകൾക്ക്, നമ്മുടെ NFHS ഡേറ്റ എടുത്താലും ഏത് ഗവേഷണത്തിൽ നിന്നുള്ള കണക്കെടുത്താലും ഒരുപാട് പേർക്കും വണ്ണം കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആകെ വീട്ടിലെ പാചകം ഒന്ന് കുറയ്ക്കുന്നത് വീടിനകത്തെ ചൂട് കുറയ്ക്കാൻ സഹായിക്കും. പാചകം ചെയ്യുന്നത് ആരാണെങ്കിലും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, അവർക്ക് നേരിട്ട് ചൂട് കുറയ്ക്കുന്നത് സഹായിക്കും. പിന്നെ വീട്ടിൽ ചോറിൻ്റെയും കറിയുടെയും പാചകം ചെയ്യുന്ന ഏതിൻ്റെയാണെങ്കിലും, നമ്മളിപ്പോൾ ചുടുന്ന ദോശയാണെങ്കിലും ചുടുന്ന അപ്പമാണെങ്കിലും ചുട്ടെടുക്കുന്ന ചപ്പാത്തി ആണെങ്കിലും ഒക്കെ എണ്ണത്തിലൊന്ന് കുറച്ചാൽ നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനം നമ്മുടെ ഫ്ലാഗ് എന്ന് പറയുന്നത് വെള്ളമാണ്. നിർജ്ജലീകരണം, പ്രത്യേകിച്ചും ഞാനിനി ആ ലക്ഷണത്തെക്കുറിച്ച് കൂടി ചുരുക്കി ഒന്ന് പറയാം ഇന്ദുലേഖ. നമ്മൾ ഹരിതയുടെ കുഞ്ഞിന് ചൂട് കൂടിയത് കൊണ്ടാകാമെന്ന് പറഞ്ഞതുപോലെ അത് ഹീറ്റ് എക്സോഷൻ, അത് പെട്ടെന്ന് വളരെ ക്ഷീണം വരികയും വിയർക്കുകയും അതിനകത്താണെങ്കിൽ ശരീരം തണുക്കും. അതേസമയം ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയും, അതിൽ 103 ഡിഗ്രി ഫാരൻഹീറ്റ് അങ്ങനെ ചൂട് കൂടി വരുന്ന ഇതുണ്ട്. അപ്പോൾ ചിലർക്ക് അത് കഴിഞ്ഞ് ഈ ബോധം നഷ്ടപ്പെടുകയും ഓർമ്മകേട് വരികയൊക്കെ ചെയ്യും. അങ്ങനെ ചൂട് സംബന്ധിച്ച ഏത് ആരോഗ്യ പ്രശ്നമാണെങ്കിലും ആദ്യം ഞാനൊന്ന് വേഗത്തിൽ ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, പാലക്കാട് നിന്നും അബ്ബാസ് ആണ്. അബ്ബാസ് ഡോക്ടറോട് ചോദിച്ചോളൂ. പറയും. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം അബ്ബാസ്, പറയും ഡോക്ടറെ. പിന്നെ ഈ വെയിൽ കാരണം കൊണ്ട് ദേഹത്തൊക്കെ ചൂട് വരും, പിന്നെ കടിയൊക്കെ ഉണ്ടാവും, അതിന് നമ്മൾ എങ്ങനെ നേരിടുക? വളരെ നല്ല ചോദ്യമാണ്. ചൂട് കൊണ്ട് ശരീരത്തിന് സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും സാധാരണവും ഏറ്റവും ഗുരുതരാവസ്ഥ കുറഞ്ഞതും ചൂടുകുരു അല്ലെങ്കിൽ ഹീറ്റ് റാഷാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടെ കുളിക്കുകയും ശരീരം കൂടെ നനയ്ക്കുകയും മുഖം കഴുകുകയും നേരിട്ട് ശരീരത്തിൽ ഈ ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ആ സമയത്ത് കഴിയുന്നത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുമ്പം ഇനി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്നുള്ള നിലയിൽ 11 മണിക്ക് മുമ്പും 3 മണിക്ക് ശേഷവുമായിട്ട് പരിപാടികൾ ആസൂത്രണം ചെയ്യുക, നേരിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂടേക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിയുന്നത്ര സമയം ഇടയ്ക്ക് ഷെയ്ഡിൽ നിൽക്കുക, 2-3 മണിക്കൂർ എയർ കണ്ടീഷനിങ്ങോ തണുപ്പോ ഉള്ള സ്ഥലത്ത് നിൽക്കുക. ചൂടത്ത് പോയാൽ പോലും ഇടയ്ക്ക് ഷെയ്ഡിൽ കയറി നിൽക്കുക. ഇനി ഈ സൺസ്ക്രീൻ, തൊപ്പി വയ്ക്കുന്നതും കുട വയ്ക്കുന്നതും കാര്യം ഞാൻ പറഞ്ഞു. കറുത്ത കണ്ണട വയ്ക്കുന്നത് നല്ലതാണ്, അത് ചൂടുകുരു അല്ലാതെ ഈ നമ്മുടെ കേരളത്തിൽ ഈ തൊപ്പിയും കറുത്ത കണ്ണടയും ഒക്കെ എന്തോ ഒരു വിദേശ കാര്യങ്ങളായിട്ടാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അതുപോലെയാണ് നമുക്ക് ഈ സൺസ്ക്രീന് വിദേശികൾ ഉപയോഗിക്കും, പിന്നെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുമെന്നാണ് നമ്മളുടെ ഒരു ധാരണ. ഇത് രണ്ടും ശരിയാണെങ്കിലും സൺസ്ക്രീൻ അൾട്രാവയലറ്റ് പലതരമുണ്ട്, AB എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ അൾട്രാവയലറ്റ് രശ്മികളുടെ ആഘാതത്തെ ശരീരത്തിൽ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ സൺസ്ക്രീൻ നല്ലതാണ്.
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചൂടുകുരു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്നത്. വന്നാൽ നമ്മൾ പണ്ട് ഈ പ്രിക്ലി ഹീറ്റ് പൗഡർ എന്നൊക്കെ പറയുമല്ലോ, പൗഡറൊക്കെ കുറച്ച് സൂതനിങ് ആണ്. പിന്നെ ഈ ഫാൻ ഇട്ടാൽ നമ്മൾ തണുക്കത്തില്ല. ചൂടിൻ്റെ അതായത് ഒരു 35 ഡിഗ്രിയിൽ കൂടുകയാണ് അന്തരീക്ഷ താപനില എന്ന് പറഞ്ഞാൽ ഫാൻ കുറച്ചൊരു ആശ്വാസം കിട്ടുമെന്നല്ലാതെ ശരീരത്തെ ഫാൻ തണുപ്പിക്കത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറമൊക്കെ നനഞ്ഞ് കുളിച്ച് ഒക്കെ വന്നിരിക്കുമ്പം ആ കുറച്ച് സമയത്തേക്ക് അത് കിട്ടും. അല്ലാതെ ഇന്നത്തെ കണക്ക് 35 ഡിഗ്രിയിൽ കൂടുന്ന ഒരു സമയത്ത് ഫാൻ മാത്രം നമുക്ക് പോരാ. അതുകൊണ്ടാണ് ഈ നനച്ചിടുന്നത്. നേരത്തെ കുഞ്ഞ് നനച്ച് ടൗല് നനച്ചിടാനും വെള്ളത്തിലിരിക്കാനും താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറ്റുമെങ്കിൽ, നമുക്ക് വെള്ളവും ഉണ്ട്, പിന്നെ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കൂടെ അങ്ങനെ ശരീരം കഴുകുകയോ നനച്ചിടുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഹീറ്റ് ക്രാമ്പ് എന്ന് പറയും. ക്രാമ്പ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് കുറച്ചുകൂടി ജലവും ലവണവും ഒക്കെ നഷ്ടപ്പെടുകയും ചൂട് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ളതാണ്. നമ്മൾ ഈ കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയുമല്ലേ, ക്രാമ്പ് വരുന്നു. അപ്പോൾ അതിനകത്തുമൊക്കെ അതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരം ആയതാണ് ഹീറ്റ് എക്സോഷൻ. ഏറ്റവും ഹീറ്റ് സ്ട്രോക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഗുരുതരാവസ്ഥ കൂടുകയും ഓർമ്മകേട്, അങ്ങനെ നമ്മളൊരു മയക്കം, ബോധനഷ്ടം ഇതൊക്കെ വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇതിലേതാണെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചൂടിൽ നിന്നും തണുത്ത ഒരു സ്ഥലത്തേക്ക് വ്യക്തിയെ മാറ്റുക എന്നുള്ളതാണ്. അത് മാറ്റി ഇരുത്താം. എയർ കണ്ടീഷനിങ് ഉള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിലേക്ക് ഇരുത്താം, അല്ലെങ്കിൽ തണലിലേക്ക് ഇരുത്താം, ശരീരത്തിൽ നനയ്ക്കാം, ടവൽ നനച്ചിടാം. പെട്ടെന്ന് തന്നെ ശരീരം തണുപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അത്യാവശ്യം. അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കണം. അത് ഏത് വെള്ളവും കുടിക്കാൻ കൊടുക്കാം. ഈ സ്പോർട്സ് ഡ്രിങ്ക് എന്ന് പറയുകയും ORS എന്നൊക്കെ പറയുകയും ചെയ്യുന്നതിനകത്ത് ലവണങ്ങളും കൂടി കിട്ടുമെന്നുള്ളത് കൊണ്ട് അത്തരം വെള്ളം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇതിൽ ഓർമ്മകേട്, ബോധക്കേട്, ബോധക്ഷയം, ഹീറ്റ് സ്ട്രോക്ക് പോലെയുള്ള ഗുരുതരാവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കരുത്. അത് മറ്റു പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത് ഒരു വളരെ അതീവ ഗുരുതരമായ ഒരു കണ്ടീഷനാണ്. അത് കോമയിലേക്കും മരണത്തിലേക്കും വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഈ ഹീറ്റ് വേവ് വരുമ്പോൾ അത്തരം മരണങ്ങൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2017 ആ ഒരു വർഷങ്ങളിൽ ഏതാണ്ട് 1,66,000 മരണങ്ങളാണ് ആ ഹീറ്റ് വേവ് വന്ന വർഷങ്ങളിൽ ലോകത്ത് മുഴുവൻ നടന്നിരിക്കുന്നത്. അതൊരു വളരെ ഗുരുതരമായ ഒരു അന്തരീക്ഷ നമ്മൾ പറയുന്ന ഒരു ക്ലൈമറ്റ് എമർജൻസിയാണ്. നമുക്കിപ്പോൾ വേവ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം ഗുരുതരമായ ഒരു അവസ്ഥ വരെ ഈ ചൂട് ഉയർന്നാൽ വരാൻ പറ്റും. ഇപ്പം നമുക്ക് അത്തരം അവസ്ഥ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഹീറ്റ് വേവ് വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതൽ മുൻകരുതലുകൾ എടുക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരം തണുപ്പിക്കുകയും കഴിയുന്നത്ര നമ്മൾ തണുത്ത സ്ഥലത്തിരിക്കുകയും ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇന്ദുലേഖ. ശരി ഡോക്ടർ, വേനൽ ചൂടിനെ എങ്ങനെ നേരിടാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കിപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ PS ഇന്ദു ആണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നമസ്കാരം.